ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഗ്രീൻ കളറിൽ വരുന്ന ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള 1.5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ സാധാ കുറുമ പോലെയല്ല, വേറൊരു ടേസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. രാവിലെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം പൊടികളൊന്നുമില്ല. മല്ലിപ്പൊടിയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 3/4 ടീസ്പൂണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിന് എരിവിന് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇനി 1/2 കിലോ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങയിലേക്ക് ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് അണ്ടിപ്പരിപ്പ് കുതിർത്തിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കൊടുക്കുന്നത്. നല്ല രുചിയാണ് മല്ലിയില ചേർക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടാവും. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ഇതേ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ചിട്ടുള്ള പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുറുമയാണ്. എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിനാണ് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.